ഹായ് നമസ്കാരം. ഓണസദ്യ സീരീസിൽ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന മൂന്നാമത്തെ വിഭവം എരിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിനായിട്ട് ഈ വലുപ്പത്തിലുള്ള മത്തങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായി കഴുകി തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ ഒരു പാത്രത്തിൽ നിറയെയുള്ള അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് മീഡിയം തീയിൽ വേവിച്ചെടുക്കാം. അടുത്തതായിട്ട് മത്തങ്ങ കഷ്ണങ്ങൾ എടുത്ത ബൗളിൽ 1/4 ഭാഗം കുതിർത്ത് വെച്ച വൻപയർ എടുത്ത് ഒരു കുക്കറിലിട്ട ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇത് രണ്ടും വേവുന്ന സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരമുറി തേങ്ങ ചിരകിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 3 പച്ചമുളകും 3 ചെറിയ ഉള്ളി 3 വെളുത്തുള്ളി അല്ലി കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്ത ശേഷം ഇനി ഇത് മാറ്റിവെക്കാം. വൻപയർ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ മത്തങ്ങയും വെള്ളമൊക്കെ വറ്റി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെന്ത് വന്ന മത്തങ്ങയിലേക്ക് വൻപയർ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങയുടെ പച്ചരുചി മാറാനായിട്ട് ഇളക്കി കൊടുത്ത ശേഷം 1 മിനിറ്റ് നേരം അടുക്കി പിടിക്കാതെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അടപ്പ് തുറന്ന് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി താളിക്കാനായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഇളം ഗോൾഡൻ കളറായി വന്നു തുടങ്ങിയാൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാതെ തേങ്ങ ഗോൾഡൻ നിറമാകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ നല്ല ഗോൾഡൻ നിറമായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ രുചികരമായ മത്തങ്ങ വൻപയർ എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. വളരെ രുചികരവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കറിയുമാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.